ഇന്ന് നിങ്ങൾ ദരിദ്രരായിത്തീർന്നാൽ പിന്നെ ഒരിക്കൽ നിങ്ങൾ അനുഗ്രഹീതരായിത്തീരുമെന്നല്ല. യു ആർ ബ്ലസ്സഡ്. ഭാവി അനുഗ്രഹങ്ങളുണ്ട്, എന്നാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹീതരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങളിൽ ബ്ലസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. അവർക്ക് ദൈവരാജ്യം കിട്ടുമെന്നല്ല, അവരുടെ അല്ലയോ ദൈവരാജ്യം എന്നാണ് ചോദിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ദൈവരാജ്യം കിട്ടുമല്ലോ എന്നോർത്ത് ഇപ്പോൾ സന്തോഷിക്കാനല്ല, ദരിദ്രൻ്റെ ഒരു ഭാഗ്യാവസ്ഥയെ അവൻ്റെ അല്ലയോ ദൈവരാജ്യം. ഫോർ ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. താഴോട്ട് വായിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭാവി അനുഗ്രഹങ്ങൾ ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, ദേ ഷാൽ ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഇൻഹെറിറ്റ് ദി എർത്ത്. ദേ ഷാൽ അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ്? ദേ ഷാൽ പൊസസ് ദ കിങ്ഡം, ദേ ഷാൽ റിസീവ്. അവർ അത് സ്വീകരിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ദേ വിൽ ബി സാറ്റിസ്ഫൈഡ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ 2 കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ആദ്യം പറയുന്നു ആദ്യത്തെ ഫോർ ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. അവിടെ എന്തില്ല? ഒരു ഫ്യൂച്ചറിൻ്റെ കാര്യം പോലുമല്ല പറയുന്നത്. എന്ത്? ഇപ്പോൾ തന്നെയുള്ള അവസ്ഥയാണ്. പിന്നീട് പറയുമ്പോൾ അടുത്ത അനുഗ്രഹീത വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് 4 നമ്മൾ കാണുന്നത് ഫോർ ദേ വിൽ ബി കംഫർട്ടഡ്, ഫോർ ദേ വിൽ ഇൻഹെറിറ്റ് ദി എർത്ത്, ദേ വിൽ ബി സാറ്റിസ്ഫൈഡ്, ദേ വിൽ ബി ഷോൺ മേഴ്സി, ദേ വിൽ സീ ഗാഡ് ആൻഡ് ദേ വിൽ ബി കോൾഡ് ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഇവിടെയെല്ലാം ഫ്യൂച്ചറിൻ്റെ കാര്യം അല്ലെങ്കിൽ പറയുന്നുണ്ട്. എന്നാൽ ദരിദ്രരായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ദൈവരാജ്യമുണ്ട്. അതുപോലെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അവർ കരയുമ്പോൾ തന്നെ അവർക്ക് ആശ്വാസമുണ്ട്. എന്നാൽ ഈ ദാരിദ്ര്യവും ഉപദ്രവവും പറയുമ്പോൾ, പോവർട്ടി ആൻഡ് പെർസിക്യൂഷൻ, അവിടെ പറയുന്നത് ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ദാരിദ്ര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആത്മാവിലെ ദാരിദ്ര്യത്തെക്കുറിച്ചും, നിങ്ങൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. അവിടെ പിന്നെ എന്ത് തന്നെ വരുന്നു? ഫ്യൂച്ചർ പറയാതെ തന്നെ പറയുന്നു. എന്നറിയാമോ? ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ക്യാരക്ടറുമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ദാരിദ്ര്യ ഉപദ്രവവും പുറമേ നിന്ന് വരുന്നതാണ്. അപ്പോൾ ക്യാരക്ടർ പറയുന്ന കരച്ചിലും സൗമ്യതയും നീതിക്ക് വേണ്ടിയുള്ള ദാഹവും കരുണയും ഹൃദയ നിർമ്മലതയും സമാധാനം ഉണ്ടാക്കുന്നതുമെല്ലാം നമ്മുടെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അതിൻ്റെ റിവാർഡ് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ദാരിദ്ര്യ അവസ്ഥ എന്ന് പറയുന്നതും ഉപദ്രവം എന്ന് പറയുന്നതും പുറത്തുനിന്ന് വരുന്ന കാര്യമാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല പറയുന്നത്. ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. അവരുടേതാണ് ദൈവരാജ്യം. അതിന് യാതൊരു സംശയവുമില്ല. അവർക്ക് പിന്നെ ദൈവരാജ്യം കിട്ടുമെന്നല്ല, ഇപ്പോൾ തന്നെ അവർ അനുഗ്രഹീതരാണ്. The state of poverty is not a means for blessedness, but it is blessedness. ആ ദാരിദ്ര്യ അവസ്ഥ എന്ന് പറയുന്നത് അനുഗ്രഹത്തിനുള്ള ഒരു ഉപാധി എന്ന നിലയിലല്ല. ആ ദാരിദ്ര്യ അവസ്ഥ തന്നെ എന്താണെന്നാണ് പറയുന്നത്? അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എല്ലാം അങ്ങനെയാണല്ലോ. മനസ്സിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷ കൊണ്ടോ അതിൻ്റെ ആശയം കൊണ്ടോ ഒന്നുമല്ല. അതിന് നമുക്ക് ബുദ്ധി മതിയായിരിക്കും. പക്ഷേ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ബുദ്ധിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, മനസ്സിലാക്കാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്താ ഇത്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു യുവർ ഇൻ്റലിജൻസ്. നമ്മുടെ ഇൻ്റലിജൻസ് അല്ല ഇവിടുത്തെ പ്രശ്നം. എന്താണ്? അക്സെപ്റ്റ് ചെയ്യാൻ, മനസ്സിലാക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതാണ്, നമുക്കിത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ചില സമയത്ത് ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള കാര്യമുണ്ട്. ക്രോസ് ഈസ് എ മീൻസ് ഫോർ എ ക്രൗൺ. നിങ്ങൾക്ക് കുരിശില്ലാതെ എന്തില്ല? കിരീടം ഇല്ല. അതൊരു ഫാക്റ്റാണ്. പക്ഷേ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ദ ക്രോസ് ഇറ്റ് സെൽഫ് ഈസ് എ ക്രൗൺ. ക്രോസ് ആദ്യം ക്രിസ്ത്യാനിത്വത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ക്രൂശ് ഇല്ലാതെ മോനെ കിരീടം ഇല്ല. നമ്മളെല്ലാം പറയും മോനെ കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ട്, എന്നാൽ ഇതൊക്കെ നമുക്കൊരു എന്താണ് കിരീടം കിട്ടാനുള്ള മാർഗമാണ്. ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ അനുഭവത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. എന്ത്? ക്രോസ് ഇറ്റ് സെൽഫ് ഈസ് എ ക്രൗൺ. അതിനകത്ത് സന്തോഷിക്കാൻ കഴിയുന്നൊരു സ്റ്റേജ്. എന്തുകൊണ്ട് സന്തോഷിക്കാൻ? മറ്റൊന്നും കൊണ്ടല്ല. വെൻ യു ആർ എൻഡ്യൂറിങ് എ ക്രോസ്, യു ആർ ബിക്കമിങ് ലൈക്ക് യുവർ മാസ്റ്റർ.
ആൻഡ് യു എൻജോയിങ് ദാറ്റ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ കഷ്ടതയിൽ നമ്മൾ സന്തോഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ കഷ്ടത എൻജോയ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന എന്തർത്ഥമില്ല. പക്ഷേ കഷ്ടതകളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ യജമാനനുമായി നമ്മൾ താതാത്മ്യം പ്രാപിക്കുകയാണ്. ബിക്കോസ് ഹീ എൻഡ്യൂർഡ് എ ക്രോസ്. ആൻഡ് വെൻ ഗാഡ് ഗിവ്സ് മീ എ ചാൻസ് ടു എൻഡ്യൂർ മൈ ക്രോസ്, I consider it as a privilege. You know why? Because there I am becoming a partner with my master. എൻ്റെ യജമാനനുമായി ഞാനൊരു പങ്കാളിത്തത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാണെന്ന് പറയുന്നത്. അതൊരു അനുഗ്രഹീത അവസ്ഥയാണ്. ഇവിടെ തന്നെ അനുഗ്രഹീത അവസ്ഥയാണ്. നമ്മളൊരു പക്ഷേ ഇവിടെ അനുഭവിക്കുന്നത് കുരിശായിരിക്കും. പക്ഷേ ആ കുരിശ് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ എൻജോയ് ചെയ്യുകയാണ്. ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു വലിയ പ്രത്യേകത അതാണ്. വി എൻജോയ് ഹിയർ. ഇറ്റ് ഈസ് ജോയ്ഫുൾ, ഇറ്റ് ഈസ് ബ്ലസ്സഡ്നെസ്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, സമൃദ്ധിയിലിരിക്കുമ്പോഴും താഴ്ചയിലിരിക്കുമ്പോഴും ഞാൻ സംതൃപ്തനാണെന്ന്. താഴ്ച എന്നുള്ളത് സമൃദ്ധിയിലേക്കുള്ള ചവിട്ടുപടിയല്ല. ഇന്നത്തെ വലിയ പഠിപ്പീര് അതാണ്. എന്ത്? ഇന്ന് നീ കഷ്ടം അനുഭവിച്ചാൽ നാളെ നിനക്ക് കർത്താവ് നിനക്ക് എന്താ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ തരുമെന്ന് അല്ല. ഈ താഴ്ചയും എനിക്ക് എന്താണ്? ബ്ലസ്സഡ്നെസ് ആണ്. ആ താഴ്ചയും ബ്ലസ്സഡ്നെസ് ആണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. പല സമയത്തും ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ, ഇതെന്തോ ഒരു ഭാരമായിട്ടാണ്. അതായത് ചെല്ലാൻ പോകുന്ന സ്വർഗത്തിൽ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ നമ്മൾ ചുമക്കുന്ന ഒരു ഭാരമെന്നുള്ള നിലയിലാണ് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടെന്താ? മുഖം വീർപ്പിച്ചേ ഇരിക്കത്തുള്ളൂ. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു മീറ്റിംഗ് പറയായിരുന്നു, നമ്മുടെയൊക്കെ മുഖം കണ്ടിട്ട് പിന്നെയും ആളുകൾ വിശ്വാസത്തിൽ വരുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. കാര്യം ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞ് ഇങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയായാൽ ഒരുത്തൻ്റെ അവസ്ഥ ഇത്ര കഷ്ടമാണെന്ന് കണ്ടിട്ട് ഒരുത്തൻ വിശ്വാസത്തിൽ വന്നാൽ തന്നെ അത്ഭുതമല്ലേ? അവരെ വാസ്തവത്തിൽ സമ്മതിക്കണം. പക്ഷെ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് ജോയ്, ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ. ഇതൊരു ഭാരമല്ല. ആളുകൾ ചിന്തിക്കുന്നതാണ്, ഇതെന്താണ്? വരാൻ പോകുന്ന സ്വർഗത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായ സന്തോഷത്തിന് വേണ്ടി ഇവിടെ ചുമക്കുന്നതായ ഒരു ഭാരം. ബിയാറ്റിറ്റ്യൂഡ്സിലെ കർത്താവ് പറയുന്നത്, യു ആർ പുവർ, യു ആർ മോർണിംഗ്, യു ആർ മീക്ക്, യുവർ റൈറ്റ്സ് ആർ ഡിനൈഡ്. എൻ്റെ ശിഷ്യന്മാരെ, നിങ്ങൾ ദരിദ്രരാണ്, കരയുന്നവരാണ്, തല താഴ്ത്തി നടക്കുന്നവരാണ്, നീതി നിഷേധിക്കപ്പെട്ടവരാണ്, തല്ലുകൊള്ളുന്നവരാണ്, ഭവനത്തിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടവരാണ്, പള്ളിയിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെട്ടവരാണ്. ഇല്ലേ? നിങ്ങൾ പള്ളി ഭ്രഷ്ടരാക്കുമെന്ന് പറയുന്നത് മിക്കവരുടെയും പേടി അതാണ്. ബാക്കിയുള്ളതൊക്കെ മനുഷ്യൻ സഹിക്കും. ഇവിടെ പിന്നെ എന്താണ് ബ്രദറെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കിയാലോ എന്നാണ്. എത്ര നാളാണ് ഇത് രണ്ടും കൂടെ നടക്കുന്നത്? അധികം നാൾ നമുക്ക് ബാഗ്സായിട്ട് ഈ വവ്വാലിനെ പോലെ ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊരു തുടർമാനമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവമൊന്നും അല്ല. നിങ്ങൾ പള്ളി ഭ്രഷ്ടരാക്കപ്പെട്ടേക്കാം എന്നല്ല ഇവിടെ പറയുന്നത്. പള്ളി ഭ്രഷ്ടരാക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ പള്ളിയിൽ നിന്ന് മുടക്കപ്പെട്ടവരാണ്, നിങ്ങൾ കരയുന്നവരാണ്, നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു, നിങ്ങൾ തല്ലുകൊള്ളുന്നവരാണ്, നിങ്ങൾ ഭവനത്തിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടവരാണ്, നിങ്ങൾ പരിഹസിക്കപ്പെടുന്നവരാണ്, നിങ്ങൾ തുപ്പലേൽക്കുന്നവരാണ്, നിന്നയേൽക്കുന്നവരാണ്. കർത്താവിന് വേണ്ടി നിന്ന ഏൽക്കുമ്പോഴേ ആൾക്കാർക്ക് പ്രയാസമുള്ളല്ലോ. അല്ലാതെ എന്തെല്ലാം നിന്നയേക്കുന്നു? കാശ് കിട്ടാൻ വേണ്ടി ബോസിൻ്റെ ചീത്തവിളി കേൾക്കുന്നവനും ഒരു പ്രയാസവും ഇല്ല, ഇല്ലേ? എത്ര പ്രാവശ്യം ബോസ് ചീത്ത വിളിക്കുന്നു, എന്നാലും വേണ്ടിയല്ല അടുത്ത ഇൻക്രിമെൻറ്റ് കിട്ടുന്നത് വരെ ഇതൊക്കെ അങ്ങ് സഹിച്ച് നിന്നേക്കാമെന്ന്. പക്ഷേ കർത്താവിന് വേണ്ടി ആരെങ്കിലും എന്തോ ഉണ്ട് സഹോദരാന്ന് വിളിച്ചാൽ തന്നെ പ്രശ്നമാണ്. ഇപ്പോൾ ഒന്നും അല്ലേലുയ ഒന്നും ഇല്ലയോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടപാട് തീർന്നു. കർത്താവിന് വേണ്ടി കഷ്ടതയും നിന്നയും പരിഹാസവും തുപ്പലും എവിടാ? ഇവിടെ കാശ് കിട്ടാൻ വേണ്ടി ബോസിൻ്റെ ചീത്തവിളി കേൾക്കുന്നവൻ കർത്താവിൻ്റെ നിന്ന കേൾക്കാൻ എന്താ ഇത്ര വലിയ പ്രയാസം? ഇവിടെയാണ് വാസ്തവത്തിൽ നമ്മൾ എന്താണ് അനുഗ്രഹീത അവസ്ഥ എന്ന് അറിയേണ്ടത്. നിങ്ങളുടെ തുപ്പലും നിന്നയുമാണ്, നിങ്ങളുടെ ദാരിദ്ര്യമാണ്, നിങ്ങളുടെ നിന്നയാണ്, നിങ്ങളുടെ തുപ്പലാണ്. അതാണ് പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നിങ്ങളെ അനുഗ്രഹീത പദവിയിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ദാരിദ്ര്യമാണ് നിങ്ങളെ അനുഗ്രഹീത പദവിയിൽ എത്തിക്കുന്നത്. നിങ്ങളുടെ കരച്ചിലാണ് നിങ്ങളെ അനുഗ്രഹീത പദവിയിലേക്ക് എത്തിക്കുന്നത്. ഓ ദ ബ്ലസ്സഡ്നെസ് ഓഫ് എ ക്രിസ്ത്യൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, ദൈവരാജ്യം ഒരു ഫ്യൂച്ചർ എക്സ്പീരിയൻസ് മാത്രമല്ല. ഞാൻ പറഞ്ഞതുപോലെ അതിപ്പോഴത്തെ തന്നെ നമ്മൾ അനുഭവിക്കുകയാണ്. ഇപ്പോഴെന്തോ അനുഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴനുഭവിക്കുന്നതുകൊണ്ട് തീരത്തില്ല. ഇൻഫാക്റ്റ് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ ഫോർട്ട് ടേസ്റ്റ്. ഒരു ഫസ്റ്റ് ഫ്രൂട്ട് എന്നൊക്കെ പറയുമല്ലോ. എന്താണ്, നമ്മൾ കടയിലൊക്കെ ചെന്ന് ഒരു അലുവ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അലുവായ്ക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ നോർമലി നമുക്കൊരു കഷ്ണം കട്ട് ചെയ്ത് കയ്യിലോട്ട് തരുമല്ലോ. അത് തിന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അലുവ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ തരുന്നു? ടേസ്റ്റ് ചെയ്യാൻ.
ഇതുപോലെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുകയാണ്? സ്വർഗത്തിൻ്റെ ഒരു തുണ്ട് മുറിച്ച് നമ്മളെ തന്നിരിക്കുക, തിന്നോ, ടേസ്റ്റ് നോക്ക്. പക്ഷേ വലിയ അലുവാത്തുണ്ടോ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ സന്തോഷിക്കുകയാണ്. എ ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ്. എസക്കിയ ഫ്രാൻസിസ് പറഞ്ഞ വാചകമാണ്, എ ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ്. വിശുദ്ധമായ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഭാരമൊന്നുമല്ല, അതൊരു സന്തോഷത്തിൻ്റെ ജീവിതമാണ്. ഐ ഹാവ് എ ഫ്രണ്ട്, ടോണി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ. അദ്ദേഹം പട്ടാളത്തിലായിരുന്ന സമയത്ത് ഒത്തിരി പേരോട് സുവിശേഷം പറഞ്ഞ് ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. പിന്നെ എന്തോ ചെയ്യാൻ, അവരെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് പട്ടാളത്തിൽ നിന്ന് രാജിവെച്ചോടി പിന്നെ പാസ്റ്ററായി. അങ്ങനെ പാസ്റ്ററായതാണ് പുള്ളി. അപ്പോൾ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ട് വന്നതുകൊണ്ട് അങ്ങ് പാസ്റ്ററായതാണ്. പക്ഷേ ഐ ഹാവ് സീൻ ഹിം. അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം, അദ്ദേഹം ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന കൂട്ടത്തിൽ പുള്ളി കർത്താവ് നൽകിയതായ ആ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഓർത്തങ്ങ് ഹീ സ്റ്റാർട്ടഡ് സ്മൈലിങ് ആൻഡ് ഫൈനലി ഹി വാസ് ലാഫിങ് സംഹൗ. ഉടനെ അടുത്തിരുന്ന ആൾ ചോദിച്ചു, ഇവിടെ താനെന്തോ ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നത്, തനിക്കെന്നെ ഭ്രാന്താണോ? ഉടനെ ടോണി പറഞ്ഞു, അതെ, ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളെ ഞങ്ങൾ ജീവിക്കുന്ന ആത്മാവിലാണ്. അതുകൊണ്ട് ആത്മാവ് ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആത്മാവ് ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു പോകും അറിയാതെ തന്നെ ഞങ്ങൾ ചിരിച്ചു പോകും. ബിക്കോസ് വി എൻജോയ് ദിസ് ലൈഫ്. അപ്പോൾ ടോണി വീട്ടിൽ വന്നിട്ട് ഇത് ഭാര്യയോടും മക്കളോടും ഒക്കെ പറഞ്ഞു, അത് ഞാനിങ്ങനെ പറഞ്ഞെന്ന്. അപ്പോൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കും? നമ്മൾ സന്തോഷിച്ചിരിക്കും. പക്ഷേ അതിനകത്ത് അപകടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ടോണി തന്നെ പറഞ്ഞ കാര്യം. പിന്നെ ഏതെങ്കിലും സമയത്ത് മൂകനായിരിക്കുകയോ ഭാര്യയോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിള്ളേർ വന്ന് ചോദിക്കും, പപ്പ ഇപ്പോഴും ആത്മാവിൽ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ചെക്ക് പോയിന്റ് എന്നുള്ള നിലയിൽ ഇതങ്ങ് ഡിക്ലെയർ ചെയ്യുന്നത് നല്ലതാണ്. എന്താ? ഇഫ് യു ആർ ഇൻ സ്പിരിറ്റ് യു ആർ ജോയ്ഫുൾ. നിങ്ങൾ ആത്മാവിലാണെങ്കിൽ നിങ്ങൾ സന്തുഷ്ടനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ബാക്കി കാര്യം കൈകാര്യം ചെയ്തോളും, ഇല്ലേ? പക്ഷേ ദാറ്റ് ഈസ് എ ഫാക്ട്. ദ ബ്ലസ്സഡ്നെസ് ഓഫ് ദ പുവർ. അവൻ ശിഷ്യരെ നോക്കിയിട്ട്, ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അവൻ ശിഷ്യരെ നോക്കി പറയാണ്, നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് എ ലൈഫ് ഫോർ ദ ഡിസൈപ്പിൾ. വേറൊരാൾക്ക് ജീവിക്കാൻ അത് പറ്റത്തില്ല. ഇറ്റ് ഈസ് ഫോർ ദ ഡിസൈപ്പിൾസ്. ഞാൻ ചിലപ്പോൾ പിള്ളേരോട് ചോദ്യം ചോദിക്കാറുണ്ട്, എയർപ്ലെയിൻ പറക്കുമോ എന്ന്. എയർപ്ലെയിൻ പറക്കുമോ? പറക്കത്തില്ല. അതിനെ പറത്തണം. എയർപ്ലെയിൻ എന്ത് ചെയ്യത്തില്ല? പറക്കത്തില്ല. എയർപ്ലെയിൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പറത്തിയാലേ പറ്റുള്ളൂ. യു നോ വൈ? ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ഹാവ് ലൈഫ്. എയർപ്ലെയിൻ എന്തില്ല? ജീവനില്ല. അതുകൊണ്ട് യന്ത്രം വെച്ച് പറപ്പിക്കണം. പക്ഷെ ഫ്യൂവൽ തീർന്നാൽ താഴെ പോവും. പക്ഷെ പക്ഷി പറക്കുമോ? പറക്കും. എന്തുകൊണ്ട്? പക്ഷിക്ക് യന്ത്രമൊന്നും വേണ്ട. പക്ഷിയിൽ എന്തുണ്ട്? പറക്കുവാനുള്ള ജീവൻ അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഒരു ശിഷ്യൻ ഗിരിപ്രഭാഷണം അനുസരിക്കാൻ പരിശ്രമിക്കുന്നതും അഭിനയിക്കുന്നവൻ പക്ഷിയെപ്പോലെ ചിറകുള്ള വിമാനം പറക്കാൻ പരിശ്രമിക്കുന്നതും. മറ്റവരെ പറത്തണം. പക്ഷേ ഒരു ശിഷ്യനെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? പറത്തേണ്ട കാര്യമില്ല. ബിക്കോസ് ഹി ഹാസ് ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത്. എന്ത്? നമ്മൾ വീണ്ടും ജനനത്തിലൂടെ ഒരു പുതിയ ജന്മം പ്രാപിച്ചിരിക്കുകയാണ്. നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ശിഷ്യൻ്റെ ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാതെ ഇതൊരു ഐഡിയൽ സ്റ്റേജ്, ആർക്കും എത്തിച്ചേരാൻ വയ്യാത്തൊരു സ്റ്റേജ് ഒന്നും അല്ല. വി ഹാവ് ലൈഫ്. വി ആർ ബോൺ അഗെയിൻ. We are born of the Spirit. If you are born of the Spirit, then certainly you can live a spiritual life, a Christian life, the life of a disciple, the life that is portrayed in the passage that of this Sermon on the Mount. ഈ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ യെസ്. എന്തുകൊണ്ട് കഴിയും? സ്വാഭാവികമായി കഴിയത്തില്ല. നമ്മൾ എയർപ്ലെയിൻ അല്ല, നമ്മൾ ജീവനുള്ള പക്ഷികളാണ്. നമുക്ക് പറക്കാനുള്ള ജീവൻ ഇവിടെ ഉള്ളടങ്ങിയിട്ടുണ്ട്. ദരിദ്രനായ ശിഷ്യൻ ഭാഗ്യവാനാണ്. ഇവിടെ ദാരിദ്ര്യം എന്ന് പറയുന്ന വാക്കിൻ്റെയും പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനപ്പുറത്തൊരു ദാരിദ്ര്യമില്ല. നമ്മുടെ നോട്ടത്തിൽ പൂവർ എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ പൂവർ ബിക്കോസ് വി ഡു നോട്ട് ഹാവ് എ ജോബ്. ചില ജോലി ഇല്ലാത്തതുകൊണ്ട് ദരിദ്രന്മാരായ ആളുകളുണ്ട്. നമ്മൾ എല്ലാവരും പൂവറാണെന്നാണ് പറയുന്നത്. ആരും പറയുന്നില്ല ഞാൻ ധനികനാണെന്ന്. എല്ലാവരും പറയുന്നത് എന്താ? പൂവറാണെന്നാണ്. ഇപ്പം പിഷക്കാരൻ പോലും വന്ന് പറയുന്നത്, എൻ്റെ പൊന്ന് സാറേ, ഞാൻ ഒരു പാവമാണ്, മൊബൈൽ ചാർജ് ചെയ്യാൻ പോലും 25 രൂപ ഇല്ല സാറേ. അപ്പോൾ അവൻ്റെ പോവർട്ടി ഇതിനകത്താണ്. പണ്ടൊക്കെ പറഞ്ഞത് ചായ കുടിച്ചിട്ട് എത്ര ദിവസമായി നോക്കിയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല പറയുന്നത്, മൊബൈൽ ചാർജ് ചെയ്യാൻ പോലും കാശില്ല സാറേ, ഞാനൊരു പാവമാണെന്ന്. അപ്പോൾ അവനും പറയുന്നത് എന്താ? അവൻ പൂവറാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ പോവർട്ടി അല്ല ഇവിടെ
ഉപയോഗിക്കുന്നത് പുവർ എന്ന് പറയുമ്പോഴത്തേക്ക് പല അർത്ഥങ്ങളുണ്ട്. വൺ, ഇറ്റ് ഈസ് സിംപ്ലി പുവർ. രണ്ട്, പുവർ ബിക്കോസ് ഹി ഡു നോട്ട് ഹാവ് ഇൻഫ്ലുവൻസ് ഓർ ജോബ്. മൂന്ന്, ഡൗൺ ട്രോഡൻ, പുവർ ബിക്കോസ് ഹി ഈസ് ഒപ്രസ്ഡ് ബൈ മെൻ. ഇതിനെല്ലാം ഉപയോഗിക്കുന്ന വാക്ക് പുവർ എന്നുള്ള വാക്കാണ്. ഒന്ന്, സ്വാഭാവികമായും ദാരിദ്ര്യത്തിൽ ജനിച്ച് ജീവിക്കുന്നതായ വ്യക്തികൾ. രണ്ട്, അവന് ഇൻഫ്ലുവൻസ് ഇല്ല, അവന് ജോലിയില്ല, അല്ലെങ്കിൽ അവനൊരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അവൻ പുവറാണ്. മൂന്ന്, മറ്റുള്ളവർ അവനെ അടിച്ചമർത്തുന്നത് കൊണ്ട് ഹി ഈസ് ഒപ്രസ്ഡ് ബൈ മെൻ, സോ ഹി ഈസ് പുവർ. എന്നാൽ നാലാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താണ് അതിനപ്പുറത്ത് മറ്റൊന്ന്, അവന് ഹി ഈസ് സോ പുവർ ദാറ്റ് ഹി കനോട്ട്, ഈവൻ ഇഫ് ഹി ഗെറ്റ്സ് എ ജോബ് ഇറ്റ് ഡസൻറ്റ് വർക്ക്. അവന് ജോലി കിട്ടിയാലും അവന് ജീവിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഹീസ്, അതുകൊണ്ടാണ് ആബ്സല്യൂട്ട്ലി ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കാര്യം, നിരാലംബൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്ക്. അങ്ങനെ ഒരു അവന് വേറെ മാർഗം ഒന്നുമില്ല. അവന് അങ്ങനെയുള്ള ഒരു വ്യക്തി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. ഓൺലി ഇഫ് യു ആർ സോ പുവർ യു വിൽ ട്രസ്റ്റ് ഇൻ ഗാഡ്. അതുകൊണ്ടാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്തായിത്തീരുന്നത്, ഒരു അനുഗ്രഹ അവസ്ഥ ആയിത്തീരുന്നത്. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ പിടിക്കാനൊരു കച്ചിത്തുരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ കച്ചിത്തുരുമ്പെ പിടിക്കുന്നവരാണ് നമ്മൾ പറയാറുണ്ടല്ലോ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഉണ്ടായിരുന്നേ അത് നോക്കിയേനെ, ഇല്ലല്ലോ. അതുകൊണ്ട് ഇല്ലേ, കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ കാര്യം വേറെ ഒരു നാമവും ഇല്ല. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. അതാണ് ഹ്യൂമൻ നേച്ചർ. അതുകൊണ്ടാണ് ദാരിദ്ര്യ അവസ്ഥ ഭാഗ്യാവസ്ഥയാകുന്നത്. കാരണം ടോട്ടലി അവൻ ഡെസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ അവൻ നിരാലംബനാണ്, അവൻ ആശ്രയിക്കാനൊന്നുമില്ല. റോമാലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ പാപത്തെക്കുറിച്ച് പറയുമ്പോഴും അവിടെ പറയുന്നതായ ഒരു ഭാഗം, അത് പെട്ടെന്ന് വായിച്ച് ചില ഭാഗം മാത്രം വായിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചാപ്റ്റർ 3 വേഴ്സ് 10 ഓൺവേർഡ്സ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എന്തുകൊണ്ട് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല? അതാണ് പ്രശ്നം. അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. അന്വേഷിക്കാത്തത് അവൻ നീതിമാനല്ല എന്ന് അവന് തിരിച്ചറിയുന്നില്ല. അവൻ പറയുന്നത് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവന് കാര്യങ്ങളുണ്ട്, അവന് ദൈവത്തെ അന്വേഷിക്കേണ്ട അതൊരാവശ്യമായിട്ട് അവന് തോന്നുന്നില്ല. അവൻ ആശ്രയിക്കാൻ പല കാര്യങ്ങളുണ്ട്. ആശ്രയിക്കാൻ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാത്തവരായ ആളുകളാണ് നമ്മൾ. അതാണ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്. ഈ നമ്മുടെ മലങ്കരയിൽ പണ്ടൊരു സാത്താൻ സന്ദർശനം നടത്തിയതായിട്ട് ഒരു കഥ. ഇയ്യോബിനെ പരീക്ഷിച്ച് സാത്താൻ ഇയ്യോബിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് ചോദിച്ചു, നീ എവിടെയൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ടാണ് വരിക? എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ കണ്ടോ? അവനെ പോലെ നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും വേറെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ പറഞ്ഞു, അതെങ്ങനെ? നീ അവന് ആവശ്യമുള്ളതെല്ലാം കൊടുത്തിരിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് കൊണ്ടാണ് അവൻ നിൻ്റെ പിന്നാലെ വരുന്നത് എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, അങ്ങനൊന്നുമല്ല, നീ എന്ത് ചെയ്തോ? നീ അവനുള്ളതെല്ലാം എടുത്തോ, എല്ലാം എടുത്താലും അവൻ എന്നെ പിൻപറ്റും. എന്നാൽ നമ്മുടെ ഈ കേരളത്തിലെ മലങ്കര സന്ദർശിച്ച് സാത്താൻ ചെന്ന സമയത്ത് കർത്താവ് ചോദിച്ചു, നീ എവിടെ പോയിട്ട് വരിക? ഈ മലങ്കരയിലെ ക്രിസ്ത്യാനികളെ പോലെ ഇത്ര വിശുദ്ധന്മാരും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും എന്നിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്ന ആളുകളെ ഞാൻ ലോകത്തിലെങ്ങും കണ്ടിട്ടില്ല എന്നൊക്കെ പലരും പറയുന്നു. ഞാൻ പലരും അല്ലാതെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചിന്തയുണ്ട്, നമ്മൾ ഈ മലങ്കര ക്രിസ്ത്യാനികളാണ് ഏറ്റവും നന്നായിട്ട് ദൈവത്തെ വിളിക്കുകയും കർത്താവിൻ്റെ പിന്നാലെ പോവുകയും വിശുദ്ധമായി ജീവിക്കുകയും. ദൈവം പറയുക, അവരെന്നെ അല്ലാതെ വേറെ അവരൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോകത്തില്ല. പണ്ടത്തെ കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല. പണ്ടത്തെ കാര്യം. അവർ പ്രശ്നം ഉണ്ടായ പോലീസ് സ്റ്റേഷനിൽ പോകത്തില്ല. അവരൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ്റെ പിന്നാലെ പോകത്തില്ല. അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവരുടെ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. അവർക്ക് പൈസ ഇല്ലെങ്കിൽ അവരുടെ കർത്താവിൽ ആശ്രയിക്കുകയാണ്. അവർ ഏതെങ്കിലും ഈവൻ അവരിൽ മിക്ക ആളുകളും മരുന്ന് പോലും കഴിക്കത്തില്ല. അപ്പോൾ സാത്താൻ പറഞ്ഞു, അവരിതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഇതുണ്ടോ? അവർക്കിപ്പം പോലീസിനെ കാണണമെന്ന് വെച്ചാൽ അവർക്ക് പോലീസിൽ പരിചയമില്ല. അവർക്ക് മരുന്ന് വാങ്ങിക്കണമെന്ന് വെച്ചാൽ ഇവന്മാരുടെ പൈസ ഇല്ല. അവർക്ക് നിന്നെ ആശ്രയിക്കാല്ലാതെ വേറെ എന്താ മാർഗം? കാര്യം അവർക്ക് ആശ്രയിക്കാൻ വേറെ ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? നിന്നിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല. അവർക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും, യോബിനോട് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ്, എന്തെല്ലാം ഉണ്ടെങ്കിലും അവരെന്നെ തന്നെ ആശ്രയിക്കും. അല്ലെങ്കിൽ നീ അവർക്കെല്ലാം ഒന്ന് കൊടുത്തു നോക്ക്. സാത്താൻ വന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ പൈസ തന്നു, നമുക്ക് ഇൻഫ്ലുവൻസ് തന്നു, രാഷ്ട്രീയക്കാരെ നമ്മുടെ മീറ്റിങ്ങുകളിൽ വന്ന് ഹല്ലേലൂയ എന്നൊക്കെ പറയാൻ അവരെ പഠിപ്പിച്ചു. അങ്ങനെ നമുക്ക് ഇപ്പോൾ പോലീസുണ്ട്, പട്ടാളമുണ്ട്, വക്കീലുണ്ട്,
എന്നാ ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പൈസയുണ്ട്. വി ഹാവ് എവറിതിങ്. ആൻഡ് വാട്ട് ഹാപ്പൻ? എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത് നിർത്തി. പണ്ടൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അതല്ല പറയുന്നത്, എടാ അയാളെ ഒതുക്കാൻ എന്നാ മാർഗം, ആരെങ്കിലും അറിയാമോ എന്നാണ്. അയാളെ ഒന്ന് ഒതുക്കാൻ ഉള്ള മാർഗം എന്താണ്? അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ ഊരിപ്പോരുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ മാറിയത് കണ്ടോ? എന്തുകൊണ്ടാണ്? ഊരിപ്പോരാനുള്ള ഇൻഫ്ലുവൻസ് ഇപ്പം നമുക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു തീർക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, നമുക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പണമുണ്ട്, നമുക്ക് പദവികളുണ്ട്. വി ഹാവ് എവറിതിങ്. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻസ്? നമ്മുടെ ആശ്രയം മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് അനുഗ്രഹീത അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ആശ്രയമില്ലാതിരിക്കുന്നതാണ്. മാനുഷികമായി എൻ്റെ സകല ആശ്രയങ്ങളും നഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ ആരിൽ ആശ്രയിക്കുന്നത്? ആരിലെങ്കിലും ആശ്രയിക്കുന്നത്. എനിക്ക് ആശ്രയിക്കാൻ വേറെ ആരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആരിൽ തന്നെ ആശ്രയിച്ചിരിക്കും, കർത്താവിലായിരിക്കും ആശ്രയിക്കുന്നത്. എന്നാൽ പോൾ പറയുന്ന ഒരു കാര്യം, സമൃദ്ധിയിലിരിക്കുമ്പോഴും ഞാൻ ആരിൽ തന്നെ ആശ്രയിക്കും, കർത്താവിൽ ആശ്രയിക്കും. ദാരിദ്ര്യത്തിലിരിക്കുമ്പോഴും സമൃദ്ധിയിലിരിക്കുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുക. ഇയ്യോബിൻ്റെ ചില വാക്കുകൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ടോൺ മനസ്സിലാക്കി വായിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ആ ടോൺ. അപ്പോൾ ഇയ്യോബിൻ്റെ ഇത് ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബ് എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് he was immensely rich and he had all the influences, he had friends, he had everything. നല്ലൊരു ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് he lost everything. It's not just money. അവൻ്റെ പണം മുഴുവൻ നഷ്ടപ്പെട്ടു, അവൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, അവൻ്റെ വീട് നഷ്ടപ്പെട്ടു. He lost everything. And even അവൻ്റെ ഭാര്യ പോലും വാസ്തവത്തിൽ അവനെ അനുകൂലമായിട്ടല്ല സംസാരിക്കുന്നത്. അങ്ങനെയായിരുന്നു പിന്നെ വേണ്ടുകയില്ല. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവൻ എന്താ പറയുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് ആൻഡ് ജോബ് വർഷിപ്ഡ് ഗാഡ്. ഇയ്യോബ് യഹോവയെ ആരാധിച്ചു എന്നാണ്. നമുക്കൊക്കെ ആണെങ്കിൽ നോക്കണം, നമുക്ക് ആരാധിക്കണമെങ്കിൽ എന്താ വേണം? അന്തരീക്ഷം വേണം. ഇയ്യോബിൻ്റെ കാര്യത്തിൽ നല്ല അന്തരീക്ഷമാണ്. മക്കൾ പോയി, പണം പോയി, എല്ലാവരും മരിച്ചു. ഹി ലോസ്റ്റ് എവറിതിങ്. ഹി വർഷിപ്ഡ് ഗാഡ്. എന്നിട്ട് അവൻ പറയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഒരു മനുഷ്യൻ ഇത് പറയണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പെട്ടെന്ന് വന്ന് നാക്കെ കയറിയതൊന്നും അല്ല. എല്ലാം ഉണ്ടായിരുന്നപ്പോഴും ഇവൻ പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ്. ഹീ സേസ്, അവൻ പറയുന്നത് എന്താണ്? ആഫ്റ്റർ ഓൾ യഹോവ തന്നു. ആര് തന്നു? ഇതെൻ്റെ അല്ലായിരുന്നു. ആരുടെ ആയിരുന്നു? യഹോവയുടേതായിരുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു. അവൻ്റെ സമ്പത്ത് അവനെടുത്തു, അവൻ്റെ ആയിരുന്നു, അവനെടുത്തു. അതെനിക്കിതിനകത്തൊന്നും പറയാനില്ല. ലെറ്റ് ഹിസ് നെയിം ബി ഗ്ലോറിഫൈഡ്. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ ദൈവത്തെ ബ്ലസ് ചെയ്യുകയാണ്, ദൈവത്തെ എന്ത് ചെയ്യുകയാണ്? വാഴ്ത്തുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇത് എല്ലാം ഉണ്ടായിരുന്നപ്പോഴും എല്ലാ ദിവസവും അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ദിസ് ഈസ് നോട്ട് മൈൻ, ഇറ്റ് ബിലോങ്സ് ടു ഗാഡ്. അതുകൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അത് തന്നെ പറയാൻ അവന് കഴിയുന്നത്. പക്ഷേ ഇതങ്ങനല്ല. ഉള്ളപ്പോൾ അത് നമ്മുടേതാണെന്നും നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടേത് ദൈവം അപഹരിച്ചെന്ന് തന്നെ ചിലർ പറയുന്നത്. ചിലർ പറയുന്നത് യഹോവ തന്നു, സാത്താൻ എടുത്തെന്നാണ്. വേദപുസ്തകത്തിൽ അങ്ങനെയൊന്നുമല്ല എഴുതിയിരിക്കുന്നത്. ആരെടുത്തെന്നാ? യഹോവ തന്നു, യഹോവ എടുത്തു. കാരണം ദൈവത്തിൻ്റെ അനുവാദമില്ലാത്ത ഇവൻ്റെ യാതൊരു കാര്യങ്ങളും സ്പർശിക്കുവാൻ ആർക്കും എന്തില്ല? അവകാശമില്ല. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ഗാഡ്. ഇറ്റ്സ് ടേക്കൺ ബൈ ഗാഡ്. അതിൻ്റെ കൂട്ടത്തിൽ അവൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നഗ്നനായി ഭൂമിയിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അല്ലാതെ വേറെ മാർഗമില്ലല്ലോ എന്നല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടോണിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത്, ആ ബ്രദറെ, നമ്മൾ നഗ്നനായി ലോകത്തിലേക്ക് വന്നു, നഗ്നനായിട്ടല്ല പോകാൻ പറ്റുമല്ലോ, ഇല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു, അങ്ങനെ വരുമല്ലോ, ഇല്ലേ? അതല്ല അവിടുത്തെ ടോൺ എന്ന് പറയുന്നത്. അവൻ പറയുന്ന ഒരു റെസല്യൂഷനാണ്. ഞാൻ വന്നത് നഗ്നനായിട്ടാണ്, ഞാൻ തിരികെ പോകുമ്പോഴും നഗ്നനായി തന്നെ പോകും. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അതായത് ഭൂമിയിലെ യാതൊരു കാര്യവും എന്നെ പറ്റിപ്പിടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്നാണ് ജോബ് പറയുന്നത്. ഞാൻ എങ്ങനെ ഭൂമിയിലേക്ക് വന്നോ അതുപോലെ ഇവിടെ ഞാൻ ജീവിക്കുന്ന കാലം അത്രയും ഈ ഭൂമിയിലെ യാതൊരു സാധനവും എന്നെ പറ്റിപ്പിടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഐ വിൽ കീപ് മൈസെൽഫ് നേക്കഡ് ബിഫോർ ഗാഡ്.
ഞാൻ എന്നെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും നഗ്നനായി സൂക്ഷിക്കും. അതാ ഞാൻ പറഞ്ഞത്, അതൊരു റെസല്യൂഷനാണ്, അതൊരു പ്രഖ്യാപനമാണ്. ഹി റിസോൾവ് ഹിംസെൽഫ്. അവനിൽ തന്നെ അവൻ പറയുകയാണ്, ഐ വിൽ നെവർ അലൗ സംതിങ് ടു സ്റ്റിക്ക് ടു മീ. ഐ എം നേക്കഡ് ബിഫോർ ഗാഡ്. ഐ ഡോണ്ട് വാണ്ട് ടു സീ ദാറ്റ് സംതിങ് ഓഫ് ദിസ് വേൾഡ് സ്റ്റിക്സ് ടു മീ. ഈ ഭൂമിയിലെ എന്തെങ്കിലും ഒന്ന് എന്നെ പറ്റിപ്പിടിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമില്ല. അതാണ് വാസ്തവത്തിൽ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. നമ്മൾ പല സമയത്തും ആളുകളോട് ആളുകളുടെ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ പറയുന്നത്. സ്വന്തം കഴിവുകളിലെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനാണ്. അതിനുവേണ്ടി ഇഷ്ടംപോലെ പുസ്തകങ്ങളുമുണ്ട്, അല്ലേ? സെൽഫ് ഹെൽപ്പ് ബുക്കുകളുടെ ഒരു കാലഘട്ടമായത്. എന്താ? നമ്മളിൽ തന്നെ നമ്മളുടെ സെൽഫ് എസ്റ്റീം വളർത്തിയെടുക്കാനായിട്ട് എല്ലാ MNCകളിലും ആളുകളോട് ആവശ്യപ്പെടുന്നില്ല. അതാണ് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വളർത്തിയെടുക്കുക. പക്ഷെ അതൊരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡല്ല. പോസിറ്റീവ് പവർ എന്ന് പറഞ്ഞ് നമ്മൾ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അതിന് വേറെ പുസ്തകങ്ങൾ, സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഹൗ യു ക്യാൻ ബി സക്സസ്ഫുൾ. അത് എഴുതുന്നവൻ സക്സസ്ഫുൾ ആകും, കാര്യം ഇഷ്ടംപോലെ ആൾക്കാർ വായിക്കുമല്ലോ, അതുകൊണ്ട് അവൻ സക്സസ്ഫുൾ ആയിരിക്കും. നമ്മൾ സക്സസ്ഫുൾ ആയില്ലെങ്കിലും ആ ബുക്ക് എഴുതിയ ആൾ വളരെ വിജയിയായിത്തീരും. പക്ഷേ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ എന്താണ്? ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ നമ്മുടെ കുഞ്ഞുങ്ങളിലാണെങ്കിൽ പോലും സെൽഫ് എസ്റ്റീം എന്ന് നമ്മൾ വിളിക്കുന്നതായ ഈഗോ, ശരിക്കും പറഞ്ഞാൽ അത് ഈഗോയാണ്, അല്ലാതൊന്നുമല്ല. ഐ ക്യാൻ, ഐ വിൽ വിൻ, ഐ ക്യാൻ ഡു ദിസ് തിങ്സ് എന്ന് പറയുന്ന സെൽഫ് എസ്റ്റീം വളർത്തിയെടുക്കുന്നത് ഒരു വേദപുസ്തക ചിന്തയല്ല. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈഗോ വളർത്തിയെടുത്തതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ച് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പിള്ളേരെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേരുടെ ഈഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ, പിള്ളേരുടെ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ബേസിക്കലി ജനിക്കുമ്പോൾ തന്നെ നാച്ചുറലായിട്ട് അവരുടെ കൂടെ കിട്ടുന്ന കാര്യമാണ് എന്ത്? ഈ അഹങ്കാരം എന്ന് പറയുന്നത്. നമ്മൾ പിള്ളേരുടെ ഈഗോ എന്ത് ചെയ്യുകയാണ്? പിന്നെ അത് കൂടുതൽ വളർത്തിയെടുക്കുന്നുള്ളൂ. മോളെ ഒരു പാട്ട് പാടിക്കേ, മോളെ ഒരു വാക്യം പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് 10 പേരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ ചെറിയ പ്രായത്തിൽ ഈ കൊച്ചിൻ്റെ ഈഗോ മുഴുവൻ നമ്മൾ വളർത്തി ഇതിനെ ഒരു തോട് പോലെ കട്ടിയുള്ളതാക്കും. 12 വയസ്സോ 13 വയസ്സോ ഉള്ളപ്പം ഈ ഈഗോ തൊട്ട് തല്ലി പൊട്ടിക്കുകയും ചെയ്യും. നിന്നെ എന്തിനു കൊള്ളാൻ വേണ്ടി എന്ന് ചോദിക്കുന്നത് 13 വയസ്സുള്ളപ്പോഴാണ്. 3 വയസ്സുള്ളപ്പോൾ നിന്നെ എല്ലാത്തിനും കൊള്ളാമെന്നാണ് കൊച്ചിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അങ്ങനെ കൊച്ചെന്ത് ചെയ്യും? കൊച്ചിൻ്റെ ചിന്ത എന്നെപ്പോലെ ഭൂമിയിൽ ആരും ഇല്ലെന്നാണ്. വലിയ രാജാവും റാണിയുമായിട്ടാണ് വീട്ടിൽ താമസിക്കുന്നത്. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവിടെ ഒത്തിരി രാജാവും റാണിയും ഒക്കെ വന്നിട്ടുണ്ടെന്ന്. ഒടുവിന് അത് നമ്മൾ ഫൈറ്റ് ആകും. കുഞ്ഞുങ്ങളിൽ താഴ്മ വളർത്താനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, അല്ലാതെ കുഞ്ഞുങ്ങളുടെ ഈഗോ വളർത്തിയെടുക്കാനല്ല. അതൊരു ലോകത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. ഇത് കൊച്ചു കുഞ്ഞുങ്ങളിൽ തന്നെ ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇതിനെ വളർത്തിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമായിരിക്കുന്നത് ഈ അഹങ്കാരത്തെ, അല്ലെങ്കിൽ ഈ ജാടയെ, അതല്ലെങ്കിൽ എന്തോ വാട്ട് യു സേ, ഈ ഒരു സെൽഫ് എസ്റ്റീം നമ്മൾ എടുത്തിരിക്കുന്നതായ മറ്റുള്ളവരിൽ ആശ്രയിക്കാൻ. അതുകൊണ്ടെന്താണെന്നറിയാമോ? മറ്റുള്ളവരിൽ നമ്മൾ ആശ്രയിക്കത്തില്ല. പൂവറാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? മറ്റുള്ളവരിൽ ആശ്രയിക്കത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, സ്വാർത്ഥതയേക്കാൾ അപകടകരമാണ് സ്വയാശ്രയം എന്ന് പറയുന്നത്. സെൽഫ് റിലയൻസ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ സെൽഫിഷ്നെസ്. കാര്യം സെൽഫ് റിലയൻസ് നമ്മൾ ഒരു വലിയ നല്ല കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ സെൽഫ് റിലയൻസിൻ്റെ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീമിൻ്റെ നേരെ വിപരീതമാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? നമ്മൾ പറയുന്ന സെൽഫ് റിലയൻസിൻ്റെ നേരെ വിപരീതമാണ് എന്ത്? ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ആത്മാവിലുള്ള ദാരിദ്ര്യം അനുഭവിക്കാൻ കഴിയത്തില്ല. ഒരു നിസ്സഹായതയുടെ തിരിച്ചറിവിൽ നിന്നാണ് ആത്മാവിലെ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. ആത്മാവിൽ ദരിദ്രനായവൻ പലപ്പോഴും ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിൽ എത്താനായിട്ട്, ദാരിദ്ര്യം ഒരു നല്ല കാര്യമായതുകൊണ്ടല്ല, ആത്മാവിലെ ദാരിദ്ര്യം അല്ലെങ്കിൽ ഈ സെൽഫ് എസ്റ്റീമിൻ്റെ ഓപ്പോസിറ്റിലേക്ക്, ആശ്രയത്തിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ നമുക്ക് മിക്കപ്പോഴും എന്തുണ്ടായാലേ പറ്റുള്ളൂ? ആശ്രയിക്കാനൊരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലാത്ത സ്റ്റേജിൽ നമ്മൾ ചെന്നപ്പെട്ടാലേ പറ്റൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ലൂക്കോസിൽ പറയുന്നത്? എന്താണ്? ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ ആത്മാവിലുള്ള ഒരു ദാഹം, അല്ലെങ്കിൽ ആത്മാവിലൊരു വാക്വം ഫീലിംഗ്. സി, മാൻ ഈസ് എ സ്പിരിച്വൽ ബീയിങ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പല സമയത്തും ആളുകളോട് പറയുന്നതനുസരിച്ച് നോക്കിയാൽ മനുഷ്യൻ ആത്മാവ് ഉണ്ടെന്ന് നമ്മൾ പറയും. പക്ഷെ മനുഷ്യൻ ആത്മാവ് ഉണ്ടെന്നല്ല, ശരിക്കും എന്താണ്? മനുഷ്യൻ്റെ ആത്മജീവിയാണ്. ഹീ ഈസ് എ സ്പിരിച്വൽ ബീയിങ്. പിന്നെ അവനൊരു ശരീരം കൂടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ.
ചില സമയത്ത് നമ്മൾ പിള്ളേരോടൊക്കെ പറയും, കുഞ്ഞെ നീ വർക്ക് ചെയ്യുന്ന കമ്പനി ഒത്തിരി നിനക്ക് ജോലി ഉണ്ടെന്ന് എനിക്കറിയാം, നിനക്ക് നിന്നെപ്പോലുള്ളൊരു സ്റ്റേജിൽ നിനക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടിയില്ലെന്നറിയാം, എന്നാലും കുഞ്ഞെ നിനക്കൊരു ആത്മാവുണ്ടോ എന്ന് ഓർത്തോണം, ഞായറാഴ്ചയെങ്കിലും നീ ഒന്ന് ആരാധനയ്ക്ക് പോകാനായിട്ടൊന്ന് ഓർത്തോണം, കാര്യം നിനക്കൊരു ആത്മാവൂടെ ഉണ്ടെന്ന് നീ ഓർത്തോണം. ദാറ്റ് ഈസ് റോങ്. ദ റിയാലിറ്റി ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. നമുക്ക് ആത്മാവോടുണ്ടെന്നല്ല, ഒരു ശരീരം കൂടെ ഉണ്ടോ എന്നൊന്ന് ഓർത്തോണമെന്ന് പറയുന്നത് കറക്റ്റ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ ഈസ് എ സ്പിരിച്വൽ ബീയിങ്. മനുഷ്യനെന്താണ്? മനുഷ്യനൊരു ആത്മജീവിയാണ്. കർത്താവ് മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചപ്പോൾ ബാക്കി ജീവികളെ പോലെ അല്ല, അവൻ്റെ മൂക്കിൽ നോസ്ട്രിൽസിൽ ദൈവത്തിൻ്റെ ജീവശ്വാസം അവൻ ഊതി. He became a living being. He was a spiritual being. We are spiritual beings with a flesh. Don't think that we are physical beings with a spirit. ഇതിന് രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണ്? എംഫസിസിൻ്റെ ഡിഫറൻസ് ഭയങ്കരമാണ്. ഇഫ് യു കൺസിഡർ യുവർ സെൽഫ് ആസ് എ സ്പിരിച്വൽ ബീയിങ്, നിങ്ങളുടെ എംഫസിസ് എപ്പോഴും സ്പിരിച്വൽ മാറ്റേഴ്സിനായിരിക്കും. ഇഫ് യു കൺസിഡർ യുവർ സെൽഫ് ആസ് എ ഫിസിക്കൽ ബീയിങ്, നിങ്ങളുടെ എംഫസിസ് എപ്പോഴും ഫിസിക്കൽ മാറ്റേഴ്സിനായിരിക്കും. നോഹയുടെ കാലഘട്ടത്തിലെ പ്രത്യേകത അതാണ്. നോഹയുടെ കാലഘട്ടത്തിലെ ജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും തിന്നും കുടിച്ചും അവരുടെ ഫിസിക്കൽ കാര്യങ്ങൾ മാത്രമേ അവർ ആലോചിക്കുന്നുള്ളൂ. ദേ വോണ്ട് ടു ഈറ്റ്, ദേ വോണ്ട് ടു ഡ്രിങ്ക് ആൻഡ് ഓൾസോ മറ്റുള്ളവർ വിവാഹത്തിന് കൊടുക്കുക, വിവാഹം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ കർത്താവ് മനുഷ്യനെ നോക്കിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു. ഈ ഗോഡ് ഗ്രീവ്ഡ്. എന്തുകൊണ്ട്? ബിക്കോസ് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ആഫ്റ്റർ ഓൾ ഹീ ഈസ് ഫ്ലഷ്. ഞാൻ മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു. അവൻ ജഡമല്ലോ, അതുകൊണ്ട് അവൻ്റെ ആയുസ് ഞാൻ 120 വർഷം ആക്കി തീർക്കും. അവൻ ജഡമല്ലോ എന്ന് പറയുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ്, ഹീ ഈസ് ലിവിങ് ആസ് ഇഫ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ് എന്നാണ്. അവനൊരു ജഡം മാത്രമുള്ളവൻ എന്നതുപോലെയാണ് ജീവിക്കുന്നത്. ഇന്നത്തെ ആധുനിക തലമുറയിലും പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ജീവിക്കുന്നത്, ഇത് അവിശ്വാസികളുടെ കാര്യവും വിശ്വാസികളുടെ കാര്യവും ഇന്ന് അങ്ങനെയാണ്. വി ലിവ് ആസ് ഇഫ് വി ഹാവ് ഓൺലി ഫ്ലഷ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും നമുക്കൊരു ശരീരം മാത്രമേ ഉള്ളെന്നുള്ള നിലയിലാണ്. കാര്യം നമ്മുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ തന്നെ ദൈവം എന്തായിരിക്കും ചിന്തിക്കുന്നത്? എടാ, ഇവന് ആകെപ്പാടെ ഒരു ശരീരമേ ഉള്ളൂ. 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ 59 മിനിറ്റും ചിലപ്പോൾ 60 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും? നമ്മുടെ മെറ്റീരിയൽ നീഡ്സിന് വേണ്ടി, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ആ മനുഷ്യനെ ഉണ്ടാക്കിയ കാര്യത്തിലാണ് ദൈവം ദുഃഖിക്കുന്നത്, അനുതപിക്കുന്നത്. ഞാൻ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് ഞാൻ അനുതപിക്കുന്ന കർത്താവ് പറയുന്നത്. വെൻ യു ആക്ട് ആസ് ഇഫ് യു ഹാവ് ഓൺലി ഫ്ലഷ്, ഗോഡ് ഗ്രീവ്സ്. നിങ്ങൾ ശരീരത്തിൻ്റെ കാര്യങ്ങളുടെ പ്രാമുഖ്യത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളെ ഉണ്ടാക്കിയതോർത്ത് ദൈവം ദുഃഖിക്കുന്ന, അനുതപിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും. നമ്മളൊരു ആത്മജീവിയാണെങ്കിൽ ആ ആത്മാവിൽ നമുക്ക് എപ്പോഴും ഒരു ദാഹമുണ്ടായിരിക്കണം. അതിനെ ഫില്ല് ചെയ്യേണ്ടത് ദൈവത്തെ കൊണ്ടാണ്. നോ വൺ എൽസ് ക്യാൻ ഫിൽ ഇറ്റ്. ആ ഒരു സ്പിരിച്വൽ വാക്വം നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ അതാണ് വാസ്തവത്തിൽ എന്താണ് ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. കാര്യം അവർക്ക് ആ ദാരിദ്ര്യം ഒരു റിയാലിറ്റി ആയതുകൊണ്ട് അവരെപ്പോഴും എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ ആശ്രയിക്കുന്നു. ലവോദിക്ക സഭയുടെ പ്രശ്നം എന്താണ്? ലവോദിക്ക സഭയുടെ പ്രശ്നം, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറയുന്നതാണ്. അവൻ ശരിക്കും സമ്പന്നനൊന്നുമല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ അവനെപ്പോലെ അരിഷ്ടൻ വേറെ ആരുമില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ കണ്ണിൽ എഴുതാൻ ലേപവും. ദാറ്റ് മീൻസ് ഹീ ഈസ് ബ്ലൈൻഡ്. അവൻ കണ്ണുകൊണ്ടനാണ്. ആൻഡ് ഓൾസോ എന്താണ്? അവന് വസ്ത്രവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നഗ്നനാണ്. പിന്നെ നിൻ്റെ അരിഷ്ടനാകൊണ്ട് നിനക്ക് ദ്രവ്യവും, ദാറ്റ് മീൻസ് അവന് പൈസ ഇല്ല. അവൻ എന്താ ഉള്ളത്? ഇൻഫാക്റ്റ് ഇത്രയും അരിഷ്ടനായ ഒരു റെച്ചഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ കാണുന്നതേ ഇല്ല. പക്ഷെ അവൻ പറയുന്നത് എന്താണ്? ഐ എം റിച്ച്, ഐ ഹാവ് എവറിതിങ്. ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്നാണ് പറയുന്നത്. അവൻ ആത്മാവിൽ കണ്ടൻ്റാണ്, ആത്മാവിൽ ദരിദ്രനല്ല. ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം. ഞാൻ നമ്മൾ ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6 വേഴ്സ് വായിച്ചല്ലോ, 6 onwards വായിക്കും. അവിടെ കാണുന്നതാണ് റിലിജൻ വിത്ത് കണ്ടൻമെൻറ്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. 6ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഭൗമിക കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം. ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും ദാരിദ്ര്യം സൂക്ഷിക്കുന്നവരുമായിരിക്കണമെന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ ഭൗമിക കാര്യങ്ങൾ ഒരിക്കലും സംതൃപ്തരല്ല, പക്ഷേ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര സംതൃപ്തരാണ്.
വി നെവർ ഫീൽ സംതിങ് ലാക്ക്. നമുക്കൊരു ലാക്കിങ് വാസ്തവത്തിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ ലാക്ക്നെസ് ഫീൽ ചെയ്യാത്തിടത്തോളം കാലം ദൈവരാജ്യത്തെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കത്തില്ല. ബട്ട് വെൻ യു കീപ് യുവർ സെൽഫ് പുവർ ഇൻ സ്പിരിറ്റ്, ദെൻ യുവേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. നിങ്ങളുടേതാണ് ദൈവരാജ്യം. ആ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാത്രം ദൈവം റിസർവ് ചെയ്തിരിക്കുകയാണ് ദൈവരാജ്യം. ഈ അനുഗ്രഹീത വചനങ്ങളുടെ ആദ്യത്തെ ഭാഗം പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ക്ലോസസ് നമ്മൾ അങ്ങോട്ടുള്ള മൊത്തം ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇതിനൊരു 2 ആസ്പെക്ട്സ് ഉണ്ട്. ആ 2 ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈവൻ നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ ദൈവത്തെ നമ്മൾ ആശ്രയിക്കണമെങ്കിൽ ഞാനൊരു എനിക്ക് ശരിയായിട്ടുള്ളൊരു പാപബോധം ഉണ്ടായെങ്കിലേ പറ്റുകയുള്ളൂ. കാര്യം ഞാൻ രാവിലെ പറഞ്ഞല്ലോ, യേശുവിനെ വിമോചകൻ എന്ന് മനസ്സിലാക്കാത്ത ഒരാൾക്ക് യേശുവിനെ വിമോചകനായി അംഗീകരിക്കുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകാത്തിടത്തോളം കാലം യേശുവിനെ എനിക്ക് വിമോചകനായിട്ട് അംഗീകരിക്കാൻ കഴിയത്തില്ല. യു സീ ദ ഡിഫറൻസ്? അപ്പോൾ ആദ്യം ആവശ്യമായിരിക്കുന്നത്, ഞാൻ ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു നിരാലംബനാണ്, എനിക്ക് എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനത്തിനുള്ള ഒരു മാർഗവുമില്ലെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. എനിക്കൊരു ഹോപ്പുമില്ല, എൻ്റെ സകല പ്രതീക്ഷയും വേറെ ഒന്നുമില്ല, യേശു അല്ലാതെ വേറെ ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു? അവനെ ഞാൻ കയറി പിടിക്കുകയാണ്. കാര്യം ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പൗലോസ് പറഞ്ഞ അതേ പാപത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ യേശുവിനെ വിമോചകനായി സ്വീകരിക്കുന്നത്. ആത്മാവിലുള്ള ദാരിദ്ര്യം തിരിച്ചറിയുമ്പോഴാണ് ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത്. കാരണം എനിക്ക് യേശുവില്ലാതെ പറ്റത്തില്ല, വേറെ ഒന്നും എനിക്ക് ആശ്വാസം തരുന്നില്ല, യേശുവിന് മാത്രമേ എന്നെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ്. ആത്മാവിലെ ദാരിദ്ര്യം രക്ഷിക്കപ്പെടാൻ വേണം. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷവും ആത്മാവിലെ ദാരിദ്ര്യം വേണം. കാരണം ആത്മാവിലുള്ള ജനനത്തിന് മാത്രമല്ല, ആത്മാവിലുള്ള വളർച്ചയ്ക്കും എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ, ഈ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സഭകളിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. സഭകളിൽ ആളുകൾ ഭയങ്കര കണ്ടൻറ്റാണ്. എന്ത് കാര്യത്തിൽ? ആത്മീയ കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്താ ബ്രദറെ, ഞാൻ രക്ഷിക്കപ്പെടുകയും 1987 രക്ഷിക്കപ്പെടുവാനും 88 സ്നാനപ്പെടുവാനും 89 പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും തക്കവണ്ണം കർത്താവ് എന്നെ സഹായിച്ചു. ഇപ്പം ഇനി പിന്നെന്തോ ഈ 3 കടമ്പ കടന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തമായി എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരിക്കലും വീണ്ടെടുപ്പ് ഒരു യാഥാർത്ഥ്യം ആവുകയില്ല, വളർച്ച ഒരു യാഥാർത്ഥ്യമാവുകയില്ല. പക്ഷെ ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ ആ പോവർട്ടി സൂക്ഷിക്കുകയാണ്, ആ ദാരിദ്ര്യം സൂക്ഷിക്കുകയാണ്, ആത്മാവിലെ ദാരിദ്ര്യം ഞാൻ സൂക്ഷിക്കുകയാണ്. അപ്പോൾ അതാണ് വാസ്തവത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ, ദൈവരാജ്യം എൻജോയ് ചെയ്യാൻ ഞാൻ എപ്പോഴും എന്ത് സൂക്ഷിച്ചിരിക്കണം? ആത്മാവിലുള്ള എൻ്റെ ദാരിദ്ര്യം ഞാൻ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. റോമൻസ് ചാപ്റ്റർ 6:14-17 നമ്മൾ കാണുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഭക്ഷണത്തിലും പാനീയത്തിലും മാത്രം സന്തോഷിക്കുന്നവന് നീതിയിലും സമാധാനത്തിലും സന്തോഷിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇന്നത്തെ പ്രശ്നം അതാണ്. ആത്മീയത തന്നെ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഭക്ഷണത്തിനും പാനീയത്തിനും വേണ്ടിയാണ്. ഭക്ഷണവും പാനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ കുടിക്കാൻ മാത്രമല്ല. ആസ് ഐ ടോൾഡ് യു, ഞാൻ ആത്മീയതയിൽ വരുന്നത് തന്നെ, ഞാൻ സഭയിൽ വരുന്നതിന് വേണ്ടിയാണ്, എൻ്റെ ഭക്ഷണത്തിനും പാനീയത്തിനും വേണ്ടിയാണ്. മിക്കവരും ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നതും എന്തിനു വേണ്ടിയാണ്? അവർക്ക് ഇല്ലാത്തത് ലഭിക്കാനാണ്, ഉള്ളത് നഷ്ടപ്പെടാതിരിക്കാനുമാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? ഇല്ലാത്തത് ലഭിക്കാനും. എനിക്കൊരു ജോലി ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പിന്നെ ഉപവാസമാണ്, പ്രാർത്ഥനയാണ്. എനിക്കെന്ത് വേണം? ജോലി വേണം. ജോലി ഉണ്ടെങ്കിലോ അത് പോകരുത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വരും. ഇനി ചില ആളുകൾ വരുന്നത്, ജോലി പോകാതൊക്കെ ഞാൻ നോക്കിക്കോളാം, അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്, പിന്നെ നീ ഇടയ്ക്ക് കയറി ഇടങ്കോലിടരുതെന്ന് പറയാനാണ് പറയുന്നത്. കാര്യം ചിലപ്പോൾ ആളുകൾ പറയത്തില്ലേ, നമുക്കിതെല്ലാം ഉണ്ടെങ്കിലും ബ്രദറെ ദൈവം കൂടെ നമ്മളെ സഹായിച്ചെങ്കിലെല്ലാം പറ്റുള്ളൂ. അതായത് ദൈവം നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അവനൊരിക്കലും എന്തുണ്ടാകുന്നില്ല? ആത്മാവിലുള്ള ദാരിദ്ര്യം അവന് അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ
ആത്മാവിൻ്റെ ശൂന്യത അനുഭവിക്കുമ്പോൾ ആ ശൂന്യത ഇറ്റ് ഈസ് ഗോഡ് ഷേപ്ഡ്. അതിനെ നിറയ്ക്കാനായിട്ട് ദൈവം തരുന്ന സമ്മാനങ്ങൾ കൊണ്ടും കഴിയത്തില്ല. അതിനെ നിറയ്ക്കാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ.